ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 15ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ 15ാമത്തെ ദിവസമാണ്. 14ാമത്തെ ദിവസം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാനൊരു വെയിറ്റിൻ്റെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടു ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഇട്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്ത് തോന്നി? എൻ്റെ വെയിറ്റ് കുറഞ്ഞതായിട്ടോ അതേ ഇനിയും കുറയ്ക്കണമായിരുന്നു എന്നോ അതേ എൻ്റെ വെയിറ്റിൻ്റെ ഞാൻ ഡയറ്റ് എടുക്കുന്ന രീതി ഓക്കെ അല്ല അങ്ങനെയാണോ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നും കൂടെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് പറയാം. 2 ആഴ്ചയായിട്ടുണ്ട്. നോ വെയിറ്റ് അപ്ഡേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റ ID കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റ IDയിൽ ചോദിക്കാം, ഞാൻ കൊടുത്തേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബയോ അതിൽ കയറി നോക്കാം കേട്ടോ, ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ദിവസവും എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ ഇന്നലെ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു. കാര്യം വെയിറ്റ് അപ്ഡേഷനൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ വെയിറ്റ് ഡെയിലി നോക്കുമെങ്കിലും നമ്മൾ മൊത്തത്തിൽ 2 ആഴ്ചത്തെ വെയിറ്റ് മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഇടയ്ക്കൊന്ന് കൂടി പിന്നെ ഒന്ന് കുറഞ്ഞ് അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണും. എൻ്റെ വെയിറ്റിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, 66 നിൽക്കുന്ന 67 ചിലപ്പം അങ്ങ് എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ 68 ജമ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ പല വെയിറ്റ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയതെല്ലാം നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ വെയിറ്റ് ഈ ഒരു രീതിയിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇതേ പറ്റുള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നും കൂടി പറയുക. പിന്നെ കുറച്ച് പേരും കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ലോങ് വീഡിയോസൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്തോരം ബെനിഫിറ്റ് ആണല്ലേ, നമുക്ക് ഓരോ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് എന്തോരം ബെനിഫിറ്റാണ് നമുക്ക് വരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ശരിക്കും ആണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഇത്രയും മാത്രം ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ എപ്പോഴാണോ നമുക്ക് വയ്യായ്ക തോന്നുന്നത് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡ്രോപ്പ് ചെയ്യുക കേട്ടോ. കൂടുതൽ സ്ട്രെസ് ചെയ്തൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത്. ഞാൻ എൻ്റെ ഒരു വെർഷൻ എനിക്ക് ഓക്കെ ആവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമുക്ക് ചില പ്രോബ്ലംസ് നമുക്ക് ശരീരത്തിൽ വന്നു എന്നുള്ളൊരു സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ നമ്മൾ പിന്മാറുക തന്നെ ചെയ്യണം. അല്ലാതെ അതിൽ തന്നെ നിൽക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നല്ലൊരു ഡയറ്റ് പ്ലാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ എൻ്റെ ബോഡി എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ കൊണ്ടുപോകുന്നത്. ആ ഒരു ഡയറ്റ് പ്ലാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ലായിരിക്കാം. ചിലപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി റൈസ് കഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ വയറ് കുറച്ചെങ്കിലും ഒന്ന് ഫില്ലായി തോന്നുള്ളൂ. ഒരിക്കലും നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് വിശപ്പ് വയറിൽ നിന്ന് ഒരു വിളി വരുമല്ലോ, ആ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഏകദേശം ഒന്ന് ഫുള്ളാകുക. കാര്യം കുറച്ച് ഭക്ഷണം ബാക്കി കുറേ വെള്ളവും കൂടെ കുടിച്ചിട്ട് അത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് വിശക്കുന്ന സമയത്ത് വെള്ളം കുടിച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴാണോ നമുക്കത് കാര്യം ഇച്ചിറ ചോറ് ഇച്ചിറ കറി മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിശക്കും. അത് പിന്നെ നമ്മുടെ വയറിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. വയറിന് മാത്രമല്ല ഹെൽത്തിന് നല്ല പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഒരു ജേർണിയിൽ പോകുമ്പോൾ കാലറി കൺട്രോൾ ചെയ്യുന്നത് വളരെ കുറവ് കാലറി ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാലറി എടുക്കണം. മെയിനായിട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനായിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നേരം വണ്ണം എടുക്കണം. പിന്നെ നൈറ്റ് ഞാൻ ലൈറ്റേ എടുക്കാറുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഉച്ചയ്ക്കലത്തെ ഫുഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ ഒരു രീതിയിൽ എടുക്കുന്നത് എനിക്ക് ആ ഒരു കാലറി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാര്യം എൻ്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എടുക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. മീൻസ് റെസ്പോൺസ് ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ വീഡിയോസ് കുറച്ചൊരു 100 പേരെങ്കിലും ഡെയിലി കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡെയിലി കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ 100 പേരെങ്കിലും 100 പേര്, അല്ലെങ്കിൽ ഒരു 5 പേരെങ്കിൽ 5 പേര്, ഒരാളെങ്കിൽ ഒരാൾ ഫോളോ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇനി 12 മണിയാകുമ്പോൾ എൻ്റെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു സമയം ഏകദേശം ആകാറായിട്ടുണ്ട്. ഇന്ന് ഞാൻ ചിയാ സീഡ് വെച്ച് തന്നെയാണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. എനിക്കെന്തോ ചിയാ സീഡ് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ജീരകവെള്ളം കുടിക്കുമ്പോഴേ ചിയാ സീഡ് കുടിക്കുമ്പോൾ എനിക്കെന്തോ ഒരു വയറ് ഫില്ലിങ് ആയ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചിയാ സീഡ് എന്ന് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇനി നമുക്ക് ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് കാണാം. അപ്പോൾ നമുക്ക് അതുവരേക്കും ബൈ ബൈ.
ഹലോ, ഇന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ചിയ സീഡ് വെച്ചിട്ടാണ്. ചിയ സീഡ് ഞാൻ എന്തുകൊണ്ടാണ് ഡെയിലി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയ സീഡിൽ ഫൈബറിൻ്റെ കണ്ടൻറ് ഉണ്ട് കേട്ടോ. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു കാര്യമാണ് ഇത്. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചിയ സീഡ് എടുക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഓരോ ടൈം നമ്മളിപ്പോൾ ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിന്നർ ടൈമിൽ തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഇതുപോലെ ഉള്ള ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം ഞാൻ 2 സ്പൂൺ ചിയ സീഡാണ് എടുക്കുന്നത്. ഞാൻ കൂടുതലും തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് ഞാൻ വച്ചേക്കും. എനിക്ക് അങ്ങനെ എടുക്കുമ്പോൾ മൊത്തം സോക്കായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടില്ല, അതുപോലെ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് ഞാനിങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി തന്നെ എടുക്കുന്നത്. ജീരക വെള്ളം എടുക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ ചിയ സീഡ് കുടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്ന് എൻ്റെ ലഞ്ചിന് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ചോറ്, പിന്നെ തൈര്, പിന്നെ തോരനും മുട്ടയുമാണ് എടുത്തേക്കുന്നത്. ഈ തൈരിൽ ഞാൻ ചേർത്തിരിക്കുന്ന തൈരുണ്ട്, സവോളയുണ്ട്, തക്കാളിയുണ്ട്, കുറച്ച് മല്ലിയില, പച്ചമുളക്, ഉപ്പ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാലഡ് ആക്കിയിരിക്കുന്നത്. പിന്നെ തോരനും മുട്ടയും ചോറും ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ലഞ്ച് കഴിക്കുന്നത്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഞാൻ സ്നാക്ക് ടൈമിൽ എടുത്തേക്കുന്നത് ഗ്രീൻ ടീയും കുറച്ച് പോപ്കോൺ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ സ്നാക്ക് ടൈമിൽ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്നത്തെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഒരു ഗോതമ്പ് ദോശയും തക്കാളിക്കറിയും വെച്ചിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ 15ാമത്തെ ദിവസം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നാളെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് കാണാം. ബൈ ബൈ.